സ്വർണ്ണപ്പണയ വായ്പകളിൽ റിസർവ് ബാങ്ക് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരും. 2.5 ലക്ഷം രൂപ വരെ വായ്പകൾക്ക് പണയം വെച്ച സ്വർണ്ണത്തിന്റെ 85% വരെ ലഭ്യമാകുമ്പോൾ ഉയർന്ന തുകയ്ക്ക് വായ്പാ നിരക്ക് കുറയുന്നതായിരിക്കും. റിസർവ് ബാങ്കിന്റെ പുതുക്കിയ ചട്ടം അനുസരിച്ച് 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് പണമായി നൽകുന്ന സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% തുക ലഭിക്കും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 80%, 5% മുകളിൽ മൂല്യത്തിന്റെ 75% വായ്പ ലഭിക്കും. മൂല്യം കണക്കാക്കുമ്പോൾ തിരിച്ചടക്കേണ്ട തുകയും ഉൾപ്പെടുത്തും. 18 ക്യാരറ്റ്, 22 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ എന്നിവയാണ് പണമായി സ്വീകരിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. രാജ്യാന്തര വിപണിയിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ രൂപ മൂല്യം കുതിച്ചത് സ്വർണ്ണവില കുറയാൻ കാരണമായി. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ കുറവുണ്ടായി. ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയും താഴ്ന്നു. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 13,500 രൂപയും പവന് 1,80,000 രൂപയുമാണ് ഇന്നത്തെ വില. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 245 രൂപയും 10 ഗ്രാമിന് 2,450 രൂപയുമാണ് പുതിയ വില. ആഗോള വിപണിയിൽ സ്വർണത്തിന് $4,503 വില. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.